പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഒരു വ്യക്തി നമ്മളോട് ദ്രോഹം ചെയ്താൽ, ഒരു വ്യക്തി നമ്മളെ ഉപദ്രവിക്കുകയോ നമുക്ക് വേദനാജനകമായ വിഷയങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ ആ വ്യക്തിയോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണമെന്ന് ബൈബിൾ മാതൃകയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. ഇന്നലെ മുതൽ നമ്മൾ പുതിയൊരു സീരീസാണ് ചിന്തിച്ചു തുടങ്ങിയത്. ബൈബിൾ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒത്തിരി മാതൃകകളുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് ഇന്നലെ ചിന്തിച്ച് നമ്മൾ തുടങ്ങിയത്. ഇന്ന് അതിനകത്ത് രണ്ടാമത്തെ ചിന്ത നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ആ ചിന്ത ഇത്രയേ ഉള്ളൂ, ഞാൻ ആവർത്തിക്കുന്നു വീണ്ടും. ഒരു വ്യക്തി നമ്മളെ ദ്രോഹിച്ചാൽ, ഉപദ്രവിച്ചാൽ, നമുക്കെതിരായിട്ട് പറഞ്ഞാൽ, സംസാരിച്ചാൽ, നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചാൽ ആ വ്യക്തിയോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു, കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞെന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ സംഭവം നമുക്ക് നല്ലവണ്ണം അറിയാം. മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ ഞങ്ങളെ വന്ന് സഹായിക്ക എന്ന് ദർശനത്തിൽ പൗലോസ് കണ്ടിട്ട് ഫിലിപ്പിയിലേക്ക് അവർ യാത്രയാകുകയും തുയിത്തൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയായുടെ ഹൃദയത്തെ ദൈവം തുറന്ന് സുവിശേഷത്തിൻ്റെ പ്രവൃത്തി അവിടെ ആരംഭിച്ചു. വെളിച്ചപ്പാടത്തിയായ പെൺകുട്ടി പ്രാർത്ഥനാ സ്ഥലത്ത് പൈശാചിക ശക്തിയുടെ കെയറോഫിൽ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുടെ ശബ്ദം വിളിച്ചു പറഞ്ഞപ്പോൾ അവളിലുള്ള ഭൂതത്തെ പുറത്താക്കിയ പൗലോസിനും ശീലാസിനും വളരെ അടി കിട്ടുകയാണ്, വളരെ ഉപദ്രവം ലഭിക്കുകയാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അവരെ കാരാഗൃഹത്തിനകത്തേക്ക് കൊണ്ടുപോകുകയാണ്. കാരണം മറ്റുള്ളവരുടെ പൈസ നഷ്ടപ്പെട്ടു. ആ സഹോദരി ഉപയോഗിച്ച് മാക്സിമം അവർ പണമുണ്ടാക്കുകയായിരുന്നു. അവളിലുള്ള ഭൂതം പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ അവൾക്ക് സംസാരിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അതിന് കാരണമായ പൗലോസിനെ ശീലാസിനെ കാരാഗ്രഹത്തിനകത്ത് ഇട്ട് പൂട്ടുന്ന സമയം നോക്കിയേ. എന്തുവാ പൗലോസ് കണ്ട ദർശനം? മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്കുക. ഇപ്പൊ രണ്ടിടത്തും വിടുവിക്കപ്പെട്ടതാരാ? സഹോദരിമാരാ. അപ്പോൾ ആ ദൈവത്തിൻ്റെ ദൂത് നിറവേറിയേ പറ്റത്തുള്ളൂ. ചില ദൈവാലോചനകൾ നിറവേറാൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, ചില ദൈവാലോചനകൾ നിറവേറാൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില തിക്താനുഭവങ്ങൾ കടന്നു വന്നെന്നിരിക്കാം. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും, വീണ്ടും ഞാൻ ആ പദം ആവർത്തിക്കുന്നു, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇപ്പോൾ ഒരു പക്ഷേ ആ വേദനയുടെ നടുവിൽ നീ പ്രയാസപ്പെടുമായിരിക്കും, കഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ നമുക്കറിയാം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മളെ തകർക്കാനല്ല, നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മളെ ഇല്ലായ്മ ചെയ്യാനല്ല ഈ വിഷയത്തിനകത്തൂടെ നമ്മളെ കടത്തിവിട്ടത്, പിന്നെയോ തിളങ്ങുന്ന പൊന്നാക്കി മാറ്റുവാനാണെന്ന്. അല്ലേ? ആമേൻ. ആ കർത്തൃകരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നോക്കിയേ, അതുകൊണ്ട് പൗലോസും ശീലാസും തമ്മിലടിച്ചില്ല. അവർക്കറിയാം, ഉത്തമ ബോധ്യമുണ്ട്, ദൈവം അയച്ചിട്ടാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നത്. ഈ അടിയുടെ അനുഭവത്തിലും ഈ അടിയുടെ വേദനയുടെ ആ സന്ദർഭത്തിലും ആത്മസംയമനം കൈവിടാതെ കാരാഗ്രഹത്തിൻ്റെ അടിത്തറങ്ങളെ അവർ പ്രാർത്ഥന ഇടമാക്കി മാറ്റിയപ്പോൾ കാരാഗ്രഹം ഒരു സഭയായി മാറുന്നൊരു കാഴ്ചയാണ് തിരുവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കിയേ, 3 കാര്യം അവർ ചെയ്തത്: പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു ദൈവപ്രവൃത്തിക്ക് ഈ 3 കാര്യം അനിവാര്യമാണ്. പ്രാർത്ഥന, ദൈവത്തെ സ്തുതിക്കുന്നത്, ആരാധന. സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും രണ്ടും രണ്ടാണ് കേട്ടോ. സ്തുതി എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നതാ, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതാ. ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണെങ്കിലും ഒന്നുകൂടെ ദൈവം ആരാണെന്നോർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധന എന്ന് പറയുന്നത്. മടങ്ങി വരട്ടെ. പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു. എന്ത് സംഭവിച്ചു? അവർക്ക് ചെയ്യാൻ പറ്റാത്ത 4 കാര്യം ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി, ഭൂകമ്പം അയച്ച്, വാതിലുകളെ തുറന്നു, ചങ്ങലയടിച്ചു കേട്ടോ. ഈ കാര്യം ദൈവം അവർക്ക് വേണ്ടി ചെയ്തപ്പോൾ കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് തന്നെത്താൻ കൊല്ലാൻ അവൻ ഭാവിച്ചു. ഹല്ലേലൂയ. ഈ കാരാഗ്രഹ പ്രമാണിയാണ് പൗലോസിനെ ശീലാസിനെ വളരെ അടുപ്പിച്ചത്. ഹല്ലേലൂയ. നീ മരിച്ചോ? നിനക്ക് അങ്ങനെ തന്നെ വേണം, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടോ
എന്നൊന്നും അല്ല പൗലോസ് ശീലാസോടെ പറഞ്ഞത്. നിനക്ക് തന്നെ ഒരു ദോഷവും വരുത്തരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഉറക്കെ വിളിച്ചു പറഞ്ഞു കേട്ടോ. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനുകരിക്കാൻ പറ്റിയ മാതൃകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ശത്രുക്കളില്ലാതായി മാറും. ശരി, പാടാ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനകത്ത് പൂർണ്ണമായിട്ടും ആയെങ്കിൽ മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഹൃദയത്തിനകത്ത് വിരോധവും വൈരാഗ്യവും ഒക്കെ വരും. ഒരു സൈഡിൽ ആത്മീയ ജീവിതമൊക്കെ ഉണ്ടാവും, ഒരു സൈഡിൽ പ്രാർത്ഥനാ ജീവിതമൊക്കെ ഉണ്ടാകും. പക്ഷേ പൂർണ്ണമായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന റിസൾട്ട് കൊടുക്കാൻ പറ്റാതെ ആയിപ്പോവും. ഇന്ന് നമ്മളെ വിളിച്ചാൽ കർത്താവിനോട് പറയാൻ പറ്റുന്നുണ്ടോ, എനിക്ക് ഈ ഭൂമിയിൽ കർത്താവേ ഒരു ശത്രുതയുമുള്ള ഒരു വ്യക്തിയുമില്ല, ഞാൻ റെഡിയാ കർത്താവേ എന്ന് പറയാനുള്ളൊരു കരുത്ത് നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ക്ഷമ ചോദിക്കേണ്ട വ്യക്തികളോട് ക്ഷമ ചോദിക്കണം, നിരപ്പാകേണ്ട വ്യക്തികളോട് നിരപ്പാകണം. കാരാഗ്രഹ പ്രമാണിയോട് പറയും, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, നീ നിനക്ക് തന്നെ ദോഷമൊന്നും ചെയ്യല്ലേ. പൗലോസ് ആ വ്യക്തിയിൽ കണ്ടത് എന്താണെന്നറിയാമോ? താൻ കണ്ട ദർശനത്തിൻ്റെ പൂർത്തീകരണം. മക്കദോന്യക്കാരനായ പുരുഷൻ അതാ വിടുവിക്കപ്പെടും. നോക്കിയേ, ആ മുറിവേൽപ്പിച്ച വ്യക്തി തന്നെ പിന്നത്തേതിൽ മുറിവ് കെട്ടുകയും ആ കുടുംബത്തിനകത്തുള്ളവരെല്ലാവരും കർത്താവിനായി ഹൃദയം കൊടുത്ത് കർത്താവിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിക്കുകയും ചെയ്യുന്നൊരു അനുഭവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. യെസ്, നമ്മുടെ ഒരു സമീപനം, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു മനോഭാവം ചിലരെ ഭയങ്കര ആഴക്കയത്തിന് വിടുവിക്കുവാൻ പ്രേരകമായി തീരും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരുങ്ങാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം ഏറ്റവും ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാൻ ഞങ്ങളുടെ മനോഭാവങ്ങൾക്കകത്ത് ചേഞ്ച് ഉണ്ടാകണമെന്ന് ഈ പ്രഭാതി ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഇന്നലകളിൽ ഞങ്ങളെ വേദനിപ്പിച്ചവരും ദ്രോഹിച്ചവരും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് ഈ വചനം ഞങ്ങളെ വളരെയധികം ക്രിയ ചെയ്യുന്ന കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് കടന്നു വന്ന് എവിടൊക്കെ ഒരു പുനഃക്രമീകരണം നടക്കണമോ ആ മേഖലകളെല്ലാം ദൈവാത്മാവിലൊരു പുനഃക്രമീകരണം നടക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മഹത്വവും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായിട്ട് ഈ വചനം നിങ്ങൾ ലൈഫിനകത്ത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാമെങ്കിൽ അടുത്ത ചില ദിവസങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ നടക്കും. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.